ജോസ് കെ മാണി പാലായിലോ അതോ കടുത്തുരുത്തിയിലോ? സർപ്രൈസ് നിലനിർത്തി തന്നെ പുതുവർഷത്തിൽ ഇലക്ഷൻ പ്രവർത്തനം ഊർജിതമാക്കി ജോസ് കെ മാണി. കടുത്തുരുത്തി ആയാലും പാലായാലും ശരി, ജോസ് കെ മാണിക്ക് രണ്ടും സ്വന്തം നാട്. കടുത്തുരുത്തിയിലെ മരങ്ങാട്ടുപിള്ളി ജന്മദേശവും പാല വളർന്ന ദേശവും. എന്നാൽ മണ്ഡല പുനർനിർണയത്തിന് മുൻപ് മരങ്ങാട്ടുപിള്ളിയും പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. അതിനാൽ രണ്ടും ജോസിന് സ്വന്തം നാട് തന്നെ. ജോസ് കെ മാണി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇപ്പോഴത്തെ കടുത്തുരുത്തി MLA പാതി ശ്വാസം നിലച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കൂടാരത്തിലുള്ളവർ തന്നെ പറയുന്നത്. ഇതുവരെ മോൻസ് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം അന്തരിച്ച കടുത്തുരുത്തി മുൻ MLA PM മാത്യുവിന് പറ്റിയ ഒരു പിഴവിലൂടെ നിയമസഭയിലെത്തിയ ആളാണ് മോൻസ് ജോസഫ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്നു മോൻസ് ജോസഫ്. എതിരാളി UDF-കാരനായ PM മാത്യു. ഏറെക്കാലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സമുന്നതനായ നേതാവും MLA-യുമായിരുന്ന PM മാത്യു ഇലക്ഷന് തൊട്ടു മുൻപ് ജേക്കബ് ഗ്രൂപ്പിലേക്ക് ചുവടു മാറ്റിയത് കടുത്തുരുത്തിക്കാർക്ക് ഉൾക്കൊള്ളാനായില്ല. അവിടെ സ്വതന്ത്രനായി മത്സരിച്ച PC തോമസ് 20,950 വോട്ടും PM മാത്യു 23,965 വോട്ടും നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥിയായ മോൻസ് 39,131 വോട്ട് നേടി കടുത്തുരുത്തി പിടിച്ചെടുത്തു. ഇവിടെ 4,113 വോട്ടുകൾ അസാധുവായി എന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് നടന്ന മത്സരങ്ങളിൽ ഒരു തവണ മാണി വിഭാഗത്തിലെ സ്റ്റീഫൻ ജോർജിനോട് പരാജയപ്പെട്ടതൊഴിച്ചാൽ ബാക്കി എല്ലാ ഇലക്ഷനിലും വിജയം മോൻസിനൊപ്പമായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും മോൻസും സ്റ്റീഫൻ ജോർജുമായി ഏറ്റുമുട്ടിയെങ്കിലും 4,000-ൽ ശിഷ്ടം വോട്ടുകൾക്ക് മോൻസ് ജയിച്ചു. ജോസ് കെ മാണിയോ മറ്റൊരു നല്ല സ്ഥാനാർത്ഥിയോ മത്സരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ കടുത്തുരുത്തിയിൽ മാണി വിഭാഗത്തിന് ജയിക്കാമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇക്കുറി ഏത് വിധേനയും കടുത്തുരുത്തി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ LDF ആരംഭിച്ചു കഴിഞ്ഞു. മറുതന്ത്രം മെനയുവാൻ മോൻസിന് സമയം നൽകാതെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ ട്രയലായിരുന്നു ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ആതിരമ്പുഴയിൽ ജിം അലക്സിന്റെ പാർട്ടി പ്രവേശനവും വിജയവും. കടുത്തുരുത്തിയിലെ ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളെ തന്നെ അടർത്തിയെടുക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള 5ഓളം മെമ്പർമാരെയാണ് മാണി വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി ഇവർ കേരള കോൺഗ്രസ് M-ൽ ലയിക്കുമെന്നാണ് അറിയുന്നത്. സമാനമായി തന്നെ പാലായിലും പഴയ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കളെല്ലാം തന്നെ മാതൃസംഘടനയിൽ ലയിക്കുമെന്നാണ് അറിയുന്നത്. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ കേരള കോൺഗ്രസ് M-ൽ ലയിക്കുവാനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി സീറ്റ് നൽകാൻ സാധ്യതയില്ല. ജോസ് കെ മാണിയുടെയും KM മാണിയുടെയും രൂക്ഷ വിമർശകൻ കൂടിയായ ഈ നേതാവ് ജോസുമായി എല്ലാ വിഷയങ്ങളും പറഞ്ഞു തീർത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് ജയസാധ്യതയുള്ള നിയമസഭാ സീറ്റ് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി പാലായിൽ തന്നെ ഏകദേശം 5,000-ഓളം UDF വോട്ടുകൾ ആവും LDF-ലേക്ക് ഷിഫ്റ്റ് ആവുക. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലാ മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മാണി വിഭാഗം ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തിയത്. വോട്ട് ഷെയറിൽ LDF UDF-നേക്കാൾ 2,000-ഓളം വോട്ടിന് മുന്നിലെത്തുകയും ചെയ്തു. ഇനിയുള്ള മാസങ്ങൾ പൂർണ്ണമായും പാലായിലും കടുത്തുരുത്തിയിലും ചെലവഴിച്ച് പാർട്ടിയെയും മുന്നണിയെയും ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടന്നുവരുന്നത്. ഇതോടെ എതിർകക്ഷികൾ ജോസിനെതിരായി പാലായിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഹങ്കാരി എന്ന ലേബൽ പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം. മാത്രമല്ല, കഴിഞ്ഞ 6 വർഷമായി പാലായുടെ MLA ആയിരിക്കുന്ന കാപ്പന്റെ പ്രവർത്തനങ്ങൾ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയിലാണെന്നാണ് പാലാക്കാരിപ്പോൾ പറയുന്നത്. പാലായെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെങ്കിൽ ജോസ് കെ മാണി തന്നെ പാലായുടെ MLA ആകണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്.